മീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ വെയിറ്റ് വരുന്ന ഒരു ഫുൾ ചെമ്പല്ലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, അരമുറി ചെറുനാരങ്ങ നീര് സ്പ്രെഡ് ചെയ്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് മീനിന്റെ എല്ലാ ഭാഗത്തും മാരിനേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ചതച്ച് വെച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് നല്ല നൈസ് ആയിട്ട് മറന്നുപോയിട്ടുണ്ട് ചേർക്കാൻ. ഇതുപോലെ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് ചേർത്താൽ മീനിന് കൂടുതൽ ഫ്ലേവർ കിട്ടും. ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് മാരിനേറ്റ് ചെയ്ത മീൻ പാനിലേക്ക് വെച്ച് കംപ്ലീറ്റ് കുക്ക് ആകുന്ന രീതിയിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മീൻ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ ഭാഗവും കുക്കായാൽ പാനിൽ മാറ്റിയ ശേഷം ബാക്കി വന്ന ഓയിലിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്യാം. ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് മിക്സറിലേക്ക് 5 ചെറിയുള്ളി, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്ത പേസ്റ്റ് നന്നായിട്ട് വാടി വന്ന് ഉള്ളിയിലേക്ക് ചേർത്ത് റോ ടേസ്റ്റ് പോകുന്നവരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് മാഷ് ആയി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മസാല റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് 2 കഷ്ണം വാഴയില വാട്ടിയെടുത്ത് ഇതുപോലെ വെച്ചിട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് ഫ്രൈ ചെയ്ത മീൻ കൂടി വെച്ച് ബാക്കി കംപ്ലീറ്റ് മസാല വെച്ച് മീനിനെ പൊതിഞ്ഞെടുക്കാം. മേലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇല മടക്കി പൊട്ടിപ്പോവാത്ത രീതിയിൽ വായനാര് കൊണ്ട് ടൈ ചെയ്ത് പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ പൊള്ളിച്ചെടുക്കാം. മസാലയും മീനും കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയതുകൊണ്ട് 2 ഭാഗവും ഇല ജസ്റ്റ് വാടി വന്നാൽ മാത്രം മതി. കരിഞ്ഞൊന്നും പോകരുത്. എന്നിട്ട് ഇതുപോലെ തുറന്ന് ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം. ഫുൾ മീൻ അല്ലെങ്കിൽ കട്ട് ചെയ്ത മീൻ വെച്ചും ചെയ്യാം. ഈ ഒരു മസാല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് another വീഡിയോ.